തിരുത്തിക്കാട് ഭാരതമാത എൽ.പി. സ്കൂളിന്റെ 71ാം വാർഷികാഘോഷവും പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. എ.സി. മൊയ്തീൻ എം.എൽ.എ. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണഗതിയിൽ സ്കൂൾ മാനേജർമാർ അർക്കീസുകളാവുകയാണ് പതിവ്. അർക്കീസ് എന്നുള്ള ഭാഷ അവിടെ ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ വായിച്ചൊക്കെ വെക്കിയല്ലാണ്ട് സ്കൂളിലേക്കൊന്നും ചെലവഴിക്കാറില്ല. അധ്യാപകരുടെ ഒഴിവുണ്ടാവുമ്പോൾ ചാകര പോലെ കാണുന്നവരാണ് എൽ.പി. സ്കൂൾ മാനേജർമാർ. എത്ര കൂടുതൽ വാങ്ങിക്കാൻ കഴിയും അത്ര കൂടുതൽ വാങ്ങിക്കും, നടത്തിക്കൊണ്ടു പോകണം, അതൊരു ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ അച്യുതാനന്ദൻ സ്വന്തം പണം മുടക്കി മനോഹരമായ ഒരു സ്കൂൾ പണിതു എന്നുള്ളത് മാനേജർമാർക്ക്, എയ്ഡഡ് സ്കൂളുകൾക്ക് മാതൃകയാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം എന്ന് തോന്നിയത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ഓൾ ഇന്ത്യ റേഡിയോ മുൻ ഡയറക്ടറും ഓടക്കുഴൽ പുരസ്കാര ജേതാവുമായ പി. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക ജയമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പ്രതിഭാദരവും നടന്നു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ്, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, എ.ഇ.ഒ. എ. മൊയ്തീൻ, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ. ഷാജിജു, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാലൻ, നഗരസഭാ കൗൺസിലർമാരായ രോഹിത് ഓടാട്ട്, ബിനീഷ്, പോർക്കുളം പഞ്ചായത്ത് അംഗം സുമയ്യ ഷർഫുദ്ദീൻ, ചൊവ്വന്നൂർ ബി.ആർ.സി. ബി.പി.സി. അനീഷ് ലോറൻസ്, ഒ.എസ്.എ. പ്രസിഡന്റ് ശിവകുമാർ, ഒ.എസ്.എ. സെക്രട്ടറി വേലായുധൻ മാസ്റ്റർ, എം.പി.ടി.എ. പ്രസിഡന്റ് ഡിനു, ലീഡർ ശ്രേയ ശരത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ അച്യുതാനന്ദൻ സ്വാഗതവും സി.എ. ഹാഷിം നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കു ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി.